അതെല്ലാം ശശി ചെയ്തു തരണമെന്ന് ഞാനങ്ങനെ മണ്ടനൊന്നുമല്ല. അല്ല, മുഖ്യമന്ത്രിക്ക് മനസ്സിലാവുന്നുണ്ടോ അല്ലെന്ന് എനിക്കറിയില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയിട്ടില്ല. കഴിഞ്ഞ 8 മാസമായിട്ട് ഞാൻ പോവാറില്ല. ഞാൻ അദ്ദേഹവുമായി പരിപൂർണമായും തെറ്റുന്ന എപ്പോഴാണ്? ഈ രാജ്യദ്രോഹി സാമൂഹ്യദ്രോഹിയായ ഈ സാജൻ സ്കറിയയുടെ കേസിൻ്റെ പിന്നിലാണ്. ഇതുപോലെയുള്ള ഒരു രാജ്യദ്രോഹിയെ, സാമൂഹ്യ ദ്രോഹിയെ, മതവിദ്വേഷിയെ, ഇവിടെ എന്താ പറയുക, സമൂഹത്തെ തമ്മിലടിപ്പിക്കുന്നവനെ അവൻ്റെ അടുത്തുനിന്ന് പണം കൈക്കൂലി വാങ്ങി രാജ്യത്തെ പോലീസ് സംവിധാനത്തിൻ്റെ വയർലെസ് സന്ദേശമാർത്തിയ ചോർത്തിയ കേസിൽ അവന് ജാമ്യം കിട്ടാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തതിൻ്റെ പിന്നിൽ ഈ ADGP അജിത് കുമാറും P ശശിയുമാണ് എന്ന കാര്യത്തിൽ എനിക്ക് അന്നും തർക്കമില്ല, ഇന്നും തർക്കമില്ല. വേറെ കാര്യം കൂടി, ഈ ചങ്ങാതിക്ക് ജാമ്യം കിട്ടിയപ്പോൾ സുപ്രീം കോടതി അടക്കം പറഞ്ഞിട്ടുണ്ട് സമാനമായ കേസുകളിൽ ഇനി ഉൾപ്പെടരുത്, ഈ തന്ന ജാമ്യം ക്യാൻസലാവും. എത്ര കേസിൽ ശേഷം ഉൾപ്പെട്ടു? കോടതിക്ക് റിപ്പോർട്ട് കൊടുത്ത ഈ പോലീസ് എന്തായിരുന്നു P ശശിക്ക് പണി? എന്താണ് P ശശിക്ക് പണി? റിപ്പോർട്ട് കൊടുത്തിട്ടില്ലല്ലോ, ഇതുവരെ കൊടുത്തിട്ടില്ല. ഈ പറയുന്ന വയർലെസ് ചോർത്തിയ കേസിൽ ഇപ്പോഴും അതിന്റെ കുറ്റപത്രം കൊടുത്തിട്ടില്ല. കുറ്റപത്രത്തിൽ അവൻ ചെയ്ത കുറ്റത്തിനനുസൃതമായ വകുപ്പുകൾ ചേർത്തിട്ടില്ല. ഇതൊക്കെ ആർക്ക് വേണ്ടിയാണ് പിടിച്ചു വെക്കുന്നത്? സുപ്രീം കോടതിയാണ് പറഞ്ഞത് സമാനമായ ഒരു കേസിലും ഇടപെട്ടു കൊടുക്കുന്നു. അപ്പം അതങ്ങനെ ഇരുന്ന് തെറി പറഞ്ഞുകൊണ്ടേയിരിക്കല്ലേ, വല്ലതും ബാക്കിയുണ്ടോ? എന്താ പോലീസിന് ചെയ്യാൻ പറ്റുന്നത്? എന്താ P ശശി അറിയാത്തത്? അവിടെയാണ് ഞാൻ ഉടക്കുന്നത്. അവിടെയാണ് ഞാൻ P ശശിയായിട്ട് ഉടക്കുന്നത്. ഞാൻ എൻ്റെ വീട്ടിലെ കാര്യത്തിനല്ല പോയത്, ഈ നാടിൻ്റെ പൊതുവായ വിഷയത്തിന് വേണ്ടിയിട്ടാണ് പോയത്. പാർട്ടിയുമായി സംസാരിച്ചിട്ടാണ് പോയത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടാണ് പോയത്. ഈ പറയുന്നവൻ്റെ വീഡിയോസ് ഞാൻ കാണിച്ചു കൊടുത്താണ്. ഈ രീതിയിലാണ് സാമൂഹ്യ വിരുദ്ധത പ്രചരിപ്പിക്കുന്നത്, മതവിദ്വേഷം പ്രചരിപ്പിക്കുന്നത്. CMA ഈ കോലത്തിൽ പോയിട്ടുണ്ടെങ്കിൽ നാട് കേരളം കുട്ടിച്ചോറാകും. ഇതൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്തത്. എന്നിട്ട് ഒരു ഘട്ടത്തിൽ ഒന്നങ്ങനെ എന്താ പറയുക, ഒന്നെന്നെ തള്ളി തന്നു. ഈ 66F ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് വന്നു. അവൻ ഈ പറയുന്ന ദേശദ്രോഹ കുറ്റത്തിൽ ഉള്ളിൽ പോകുന്നെത്തുന്നതോട് കൂടിയിട്ട് ചിത്രം അങ്ങോട്ട് മാറുക. അജിത് കുമാറിൻ്റെ സ്വഭാവം മാറി. ഈ ചങ്ങാതി ഒളിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ പൂനെയിൽ ഞാൻ കാണിച്ചു കൊടുത്തു. അവിടെ പോലീസ് എത്തുമ്പോൾ ഒറ്റുകൊടുത്തു. അത് കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞ് ഡൽഹിയിലുണ്ട്, അവൻ അറിഞ്ഞു. അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ കൊടുത്തു. അവിടെ പോലീസ് പോയത് പോലുമില്ല. എൻ്റെ ആളുകൾ അവിടെ കാവലിരിക്കുന്നുണ്ട്, ഇവൻ വരുന്നുണ്ടോ നോക്കാൻ, പോലീസ് വരുന്നുണ്ടോ നോക്കാൻ. ആ വഴിക്ക് പോയില്ല. അന്നാണ് ഞാൻ ഉറപ്പിക്കുന്നത് ഇവർ കൂടി ചതിക്കുകയാണെന്നുള്ളത്. അന്ന് തുടങ്ങിയ അന്വേഷണം. ഇതുപോലെ ഒരു സാമൂഹ്യ വിരുദ്ധനെ ഇങ്ങനെ ഇവർ സഹായിക്കുന്നുണ്ടെങ്കിൽ ഇവരെത്രമാത്രം സാമൂഹിക വിരുദ്ധരായിരിക്കണം എന്ന എൻ്റെ തോന്നൽ. ഞാൻ പിന്നാലെ പോയി. അതാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കേണ്ടി വന്നത്. താങ്കൾ പരാതി നൽകിയ രീതി ശരിയായില്ല, അത് CMനെ അറിയിക്കാമായിരുന്നു. അതിനുശേഷം പലവട്ടം ബന്ധപ്പെട്ടു, പക്ഷേ വാർത്താ സമ്മേളനം തീർച്ചയായിട്ടും നടത്തുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് CM പറഞ്ഞത് 100% ശരിയാണ്. CPMൻ്റെ പൊളിറ്റിക്കൽ ലെവലിനനുസരിച്ചിട്ടല്ല ഞാൻ ചെയ്തിട്ടുള്ളത്, അത് സത്യമാണ്. കാരണം അങ്ങനെ എനിക്ക് ചെയ്യാമായിരുന്നു. ഞാനത് ചെയ്യാതിരിക്കാൻ പ്രത്യേക കാരണമുണ്ട്. കാരണം ഞാൻ ഈ കാര്യങ്ങളൊക്കെ അനവധി തവണ AKG സെൻറ്ററിൽ കത്ത് കൊടുത്തവനാണ്. ഇപ്പോഴല്ല, ബഹുമാനപ്പെട്ട കൊരിയേരി സഖാവ് ഉണ്ടാകുന്ന കാലഘട്ടം തൊട്ട് ഈ നാട്ടിലെ പൊതുവായ വിഷയങ്ങളിൽ എൻ്റെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തി അങ്ങോട്ടേ കൊടുക്കാറുണ്ട്. മനസ്സിലായോ? ഈ സാജൻ സ്കറിയുമായി ബന്ധപ്പെട്ട് ഇവരെപ്പോലെയുള്ള ചെറുതും വലിയതുമായ സാജൻ സ്കറിയകൾ അവർ ഈ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ ഇതിനെക്കുറിച്ച് വിശദീകരിച്ച് 2, 3, 4, 5 തവണ ഞാൻ പാർട്ടി സെക്രട്ടറിക്ക് ഞാൻ കത്ത് കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് പല പ്രാവശ്യം ഞാൻ കത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ കൊടുത്ത കത്തുകൾ ബൈൻഡ് ചെയ്ത് വെക്കാൻ മാത്രം, ഒരു പുസ്തകം ആക്കാൻ മാത്രം ഉണ്ടാവും. AKG സെൻറ്ററിലും ഈ പറയുന്ന ശശിയുടെയും പെട്ടി തപ്പിയാൽ അതിനൊന്നും ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. അപ്പോൾ പിന്നെ എനിക്ക് എന്താ മാർഗം? ഞാൻ ഈ പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞത് ശരിയാണെന്ന്. ഞാൻ പഴയ കോൺഗ്രസ് തന്നെയല്ലേ, എന്താ തർക്കം? ഞാൻ പഴയ കോൺഗ്രസ് ആണല്ലോ. EMS ആരായിരുന്നു? വന്നിട്ട് ആരായിരുന്നു പറ? KPCC സെക്രട്ടറി EMS അല്ലേ? EMS എങ്ങനെയാ സഖാവ് EMS ആയത്? എങ്ങനെയായി? അപ്പൊ ഞാൻ പഴയ കോൺഗ്രസ്സാ, EMS പഴയ കോൺഗ്രസ്സാണ്. അപ്പൊ അതൊന്നും CM പറഞ്ഞതിലൊരു തെറ്റില്ല. CM പിന്നെന്താ പറഞ്ഞത്? പാർട്ടിയുടെ ചട്ടക്കൂടിന് വിപരീതമായിട്ടാണ്. സത്യമാണല്ലോ, ഞാൻ അങ്ങനെ തന്നെ പ്രവർത്തിച്ചത്.
എനിക്ക് വേറൊരു മാർഗം ഉണ്ടായിരുന്നില്ല. CM പറഞ്ഞല്ലോ എന്നെ ബന്ധപ്പെടാൻ വേണ്ടി 2-3 പ്രാവശ്യം ശ്രമിച്ചു എന്ന്. വാസ്തവമാണ്. ഞാൻ CM-ന് കൂടെ കത്ത് മഹേഷിനെ തന്നിരുന്നല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നല്ലോ ഒന്ന്. കാരണം ശശിയെക്കുറിച്ച് അതിൽ പരാമർശിച്ചിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട പാർട്ടി സെക്രട്ടറി പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് തോന്നി സെക്രട്ടറി കളവ് പറയാണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞല്ല, ഞാൻ ശശിയെക്കുറിച്ച് അതിൽ പറഞ്ഞിട്ടില്ല. ഈ കത്ത് നിങ്ങൾ നോക്കുന്നതുകൊണ്ടാണ് ആ പത്രസമ്മേളനത്തിൽ CM-നിൽ ആ കത്ത് ഞാൻ പുറത്തുവിട്ടല്ലേ. അതുവരെ തന്നിട്ടില്ലല്ലോ. അല്ലല്ലോ, ഒരു മിനിറ്റ്. തരാതിരിക്കാൻ കാരണം എന്താ? അതങ്ങനെ സ്വകാര്യമായി പോട്ടെന്ന് ഉദ്ദേശിച്ചത്. പക്ഷെ അത് പാർട്ടി സെക്രട്ടറിയെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞപ്പോൾ, അല്ല ശശിയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞപ്പോൾ നിങ്ങൾ സംശയമായി അങ്ങനെ വാർത്ത വന്നു. അപ്പോൾ ഞാൻ കൊടുത്തു. അത് CM പറയുന്നതിന് എന്താണ്? ഇത് മുഴുവനും തെറ്റിദ്ധരിപ്പിച്ചല്ലേ. ഇപ്പൊ ആകത്തുക അല്ല, ഈ ആകത്തുക ഇപ്പൊ അത് ഉച്ചയ്ക്ക് ശേഷം എന്താ പറയുന്നത്? ഒരു മിനിറ്റ് മോനെ ഞാൻ ഇവിടെ ഉണ്ട്. ഇന്നിപ്പോൾ ആകത്തുക ഉച്ചയ്ക്ക് ശേഷം എന്താണ്? ഞാൻ ഈ എന്താ പറയുക, കൊള്ളക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ലോബിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയാണ്. അതായത് പോലീസിനെ കൊണ്ട് വലിയ ശല്യമുണ്ട്. ഇത് ആരെ സ്റ്റേറ്റ്മെൻറ്റാ? CM എന്നീ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ആരെ സ്റ്റേറ്റ്മെൻറ്റാ? MR അജിത് കുമാറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റായിട്ട് ആദ്യം വന്നതല്ലേ. DGPക്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത് ഇറങ്ങുമ്പോൾ MR അജിത് കുമാർ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്താ? PV അൻവർ ഈ ഒരു ലോബിക്ക് വേണ്ടി പ്രവർത്തിക്കുക, ഞാൻ ശക്തമായ നടപടി എടുത്തതുകൊണ്ട് ആ കള്ള ലോബിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് PV അൻവർ അല്ലേ മഹേഷേ, നിങ്ങളൊക്കെ കൊടുത്ത വാർത്തയാണ്. ആ സ്റ്റേറ്റ്മെൻറ്റാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കൊണ്ട് ഇന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഇവർ പറയിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ ഫുള്ളായിട്ട് കേട്ട വയർലെസ് കേസിൽ ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് CM പറഞ്ഞില്ല. അരുൺ എവിടെ അത് കേട്ടെന്ന് പറഞ്ഞു? ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഇത്രയും വലിയ കോലാഹലം ഉണ്ടായിട്ടും ഭരണപക്ഷ MLA ആയിട്ട് താങ്കൾ ഇത്രയേറെ ആരോപണങ്ങളും തെളിവുകളും പുറത്തുവിട്ടിട്ടും ഇങ്ങനെ സ്ഥിരം തെറ്റിദ്ധരിക്കപ്പെടാൻ മാത്രം ദുർബലനാണോ നമ്മുടെ മുഖ്യമന്ത്രി? അതെനിക്കറിയില്ല. ഇപ്പോഴും ഈ നിമിഷവും ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇനിയിപ്പോൾ ഇരുന്ന് ഈ പറഞ്ഞ പോലെ ഇവരുടെ ചവിട്ടി പുറത്താക്കുകയാണെങ്കിൽ മനസ്സിലായോ, ഞാൻ മുഖ്യമന്ത്രിയെ തള്ളി പറയാൻ ഞാൻ ഉണ്ടാവില്ല. നിങ്ങളത് പ്രതീക്ഷിക്കും വേണ്ട. അത് എനിക്കൊരു സ്റ്റാൻഡ് ഉണ്ടാവും. മനസ്സിലായോ? മുഖ്യമന്ത്രിയെ തള്ളി പറഞ്ഞുകൊണ്ട് ആളാകണം, ഈ പാർട്ടിയെ തള്ളി പറഞ്ഞുകൊണ്ട് ആളാകണം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവർക്ക് എന്നെ വേണ്ട എന്ന് പറയുമ്പോൾ അപ്പം ഞാൻ എൻ്റെ മാർഗം നോക്കും. അതുവരെ ഞാൻ ഈ പാർട്ടിയിൽ നിന്ന് ഞാൻ പോരാടും. മനസ്സിലായോ? ഇപ്പം P ശശിയെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഈ P ശശിയെക്കുറിച്ച് പറയാൻ കുറച്ച് സഖാക്കൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് എൻ്റെ അടുത്ത് വന്നിരുന്നു. സങ്കടകരമാണ്. നിങ്ങൾക്ക് ഈ ഫോണൊന്നും കാണിച്ചു തരാൻ പറ്റില്ല. കണ്ണൂരിൽ നിന്ന് വന്ന രക്തസാക്ഷി കുടുംബത്തിലെ സഖാക്കളുടെ മെസ്സേജ്, അമ്മമാരുടെ മെസ്സേജ്, കരഞ്ഞുകൊണ്ടുള്ള ഈ പൂരം കലക്കലും ഈ RSSുമായുള്ള ബന്ധം, കണ്ണൂരിലെ സഖാക്കളുടെ കണ്ണീരിൻ്റെ കഥ ഈ ഫോണിലാണ്. ഇവരൊക്കെ വിരൽ ചൂണ്ടുന്നത് പലതും ഈ P ശശിയിലേക്കാണ്. ഇത് PV അൻവറിൻ്റെ മാത്രം അഭിപ്രായം എന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ വളരെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ആളുകൾക്ക് ആ കാര്യങ്ങൾ ബോധ്യമുണ്ട് എന്ന് എനിക്ക് നേരിട്ട് അറിയുള്ളതാണ്. പക്ഷേ ബഹുമാനപ്പെട്ട CM-ന് ഒരു കാരണവശാലും ഇതൊന്നും അറിയിക്കില്ല, CM-നോട് ചർച്ച ചെയ്യില്ല, ഈ കാര്യങ്ങൾ CM-നെ ബോധ്യപ്പെടുത്തില്ല. എന്നാൽ പലരും CM-ൻ്റെ വേണ്ടപ്പെട്ട ആളുകളാണ്. ആ വേണ്ടപ്പെട്ട ആളുകൾ ആത്മാർത്ഥപരമായിട്ടാണ് CM-നെ സ്നേഹിക്കുന്നതെങ്കിൽ ഈ വിവരം എന്താ CM-ന് കൊടുക്കാത്തത്? എന്താ കൊടുക്കാത്തത്? CM പോയിട്ട് പൊട്ടക്കിണറ്റിൽ ചാടിക്കോട്ടെ എന്നാണോ അവരെ വിചാരം? അതല്ലേ എന്ന് മനസ്സിലാക്കേണ്ടത്. ഞാൻ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ തന്നെ പാർട്ടിയിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരുവിധം ആളുകൾക്കൊക്കെ ഇത് മനസ്സിലായിട്ടുണ്ടല്ലോ. ഇവരെന്താ CM-ൻ്റെ അടുത്ത് പോയിട്ട് CM അങ്ങനെയല്ല, ഈ കാര്യങ്ങൾ ഇങ്ങനെയാണ്, ഇതൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. എന്താ ഇവർ പറയാത്തത്? ഇവരുദ്ദേശം എന്താ? ഈ മനുഷ്യനെ കൊണ്ട് പൊട്ടക്കിണറ്റിൽ ചാടിക്കാൻ ഉറപ്പാണ്. ഇന്നത്തെ പത്രസമ്മേളനത്തെ കൂടി എനിക്ക് ഉറപ്പായത് ഇദ്ദേഹത്തെ പൊട്ടക്കിണറ്റിൽ ചാടിക്കാൻ നിൽക്കുന്ന ഒരു വിഭാഗമാണ് അദ്ദേഹത്തിൻ്റെ ആളുകൾ എന്ന് പറയുന്നത്. അതൊരു ശശിയും MR അജിത് കുമാർ മാത്രമൊന്നുമല്ല, പാർട്ടിയിലെ ഉത്തരവാദിത്തപ്പെട്ടവരും അദ്ദേഹത്തെ മിസ്ഗൈഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് CM ആണ് പരിശോധിക്കേണ്ടത്. ഈ പാർട്ടി അന്വേഷണത്തെ P ശശിക്കെതിരെ അന്വേഷണം നടത്തുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് പാർട്ടിയുടെ നിലപാട് പറയാം എന്ന് പറഞ്ഞാണ്. ഒരു അന്വേഷണം ഇല്ല എന്ന് പറ്റിയാണ്. അപ്പോൾ ഈ പാർട്ടിയായിട്ട് യോജിച്ച് താങ്കൾക്ക് എത്ര കാലം മുമ്പോട്ട് പോകും? അല്ല, അത് CM പറഞ്ഞു, ഞാൻ കേട്ടല്ലോ. ഞാൻ ഇപ്പോൾ CM-ന് കൊടുത്ത പരാതി എന്താ? സർക്കാരുമായി ബന്ധപ്പെട്ട ഈ പറയുന്ന കള്ളക്കടത്ത് സംഘങ്ങളുടെ വിഷയങ്ങളാണ് അന്വേഷിക്കണം എന്ന് പറഞ്ഞത്.
പാർട്ടിക്ക് ഞാൻ കൊടുത്ത കത്തെന്താ? അത് പൊളിറ്റിക്കലാണ്. അത് പാർട്ടി സെക്രട്ടറിക്ക് കൊടുത്തിട്ട് അതേ തരത്തില്ല. അത് വന്നാൽ പരിശോധിക്കുമായിരിക്കുമല്ലോ. പരിശോധിക്കാതെ വരികയും ആ കാര്യങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞത് ഒരു നിലപാട് മതി. പരാതിക്കാരനായ എന്നോട് ഒരു മറുപടി പാർട്ടിക്ക് പറയേണ്ടി വരുമല്ലോ. പറയേണ്ടി വരില്ല. അതൊരു സാമാന്യ മര്യാദയല്ലേ? ആ സാമാന്യ മര്യാദ കൂടി എനിക്ക് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ അപ്പം നമുക്ക് ആലോചിക്കാം. ഞാനിപ്പോൾ സ്വകാര്യമായി വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എണ്ണി 1 2 3 4 5 6 7 8 9 10 11 11 ഉണ്ട്. ആ 11 ഓരോ കാര്യങ്ങളും ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിക്കുന്നവർ അന്വേഷിച്ചാൽ കാണും. തിരുവനന്തപുരം സിറ്റിയിൽ അന്വേഷിച്ചാൽ കിട്ടും, തൊട്ടിപ്പുറത്ത് അന്വേഷിച്ചാൽ കിട്ടും, തൊട്ടപ്പുറത്ത് അന്വേഷിച്ചാൽ കിട്ടും. പാർട്ടി അന്വേഷിക്കട്ടെ. ഇതൊന്നും പാർട്ടിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. പൊന്നാര അൻവറേജ് പറഞ്ഞോന്ന് ഞങ്ങൾക്ക് ശരിയായിട്ടില്ല, ഞങ്ങൾക്ക് തന്നെ പറ്റൂല, നീ പറഞ്ഞ മുഴുവൻ കളവാന്ന് പാർട്ടി എന്നോട് പറയട്ടെ. അപ്പോഴല്ലേ എനിക്ക് ആരൊക്കെ ഉണ്ടല്ലോ. ഏതാ ആ സമയത്താണ് മുഖ്യമന്ത്രി പോലീസിനെ ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കുന്നത്. അല്ല അതൊക്കെ പോട്ടെ. ഞാൻ ഇന്ന് രാവിലെ നിങ്ങൾക്ക് തന്ന വിവരം ആ ഡോക്യുമെന്റ് എന്താ? 33,80,50 രൂപക്ക് ഒരു ഫ്ലാറ്റ് വാങ്ങുന്നു, രജിസ്റ്റർ ചെയ്യുന്നു, 10ാമത്തെ ദിവസം വെക്കുന്നു 65 ലക്ഷം രൂപക്ക്. ഡോക്യുമെന്റ് അല്ലേ?